ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യം, നമ്മളുടെ ചെയിൻ ഗെയിമിൻ്റെ അത് വിഡ്രോയിൽ വന്നിട്ടുണ്ടായിരുന്നു. ചെയിൻ ഗെയിമിൽ അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കുറേ ക്രൈറ്റീരിയ, ആരോടും പറയാത്ത കുറേ ക്രൈറ്റീരിയ, കണ്ടീഷൻസ്. നിങ്ങൾ ഇത്ര ലെവലെത്തിയാൽ നിങ്ങൾക്ക് ക്യാഷ് തരുള്ളൂ, നിങ്ങൾ ഇത്ര ലെവൽ അപ്ഗ്രേഡ് ചെയ്തിരിക്കണം, അങ്ങനെയൊക്കെ യൂസേഴ്സിനോട് പറയാത്ത കുറേ ക്രൈറ്റീരിയ. അപ്പോൾ കുറേ ഒക്കെ ഡൗട്ട് വന്നിട്ടുണ്ട്, ബ്രോ നമ്മളിപ്പോൾ മൈൻഡ് ചെയ്യുന്ന എല്ലാ പ്രൊജക്ട്സും അങ്ങനെ ആയിരിക്കും, ഹാംസ്റ്റർ കോമ്പാറ്റ് അങ്ങനെ ആയിരിക്കുമോ, നമ്മളോട് പറയാതെ കുറേ കണ്ടീഷൻ വെച്ച് നമ്മളെ പറ്റിക്കുമോ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചു. അപ്പോൾ അതിന് ക്ലിയർ ആയിട്ടുള്ള ആൻസർ പറയുന്ന വീഡിയോ ആണ്. അതുപോലെ തന്നെ ഹാംസ്റ്റർ കോമ്പാറ്റ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഹാംസ്റ്റർ കോമ്പാറ്റിനെ പറ്റി വീഡിയോസ് ചെയ്യുമ്പോൾ വ്യൂസ് കിട്ടുന്നുണ്ടെന്ന് കണ്ടുകൊണ്ട് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഡെയിലി വീഡിയോ ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. അവർ പറയുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ പ്രൊജക്റ്റ് സ്കാം ആണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വിത്ത് പ്രൂഫ്സ് സ്കാം ആണോ അല്ലേ എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഡൗട്ടുള്ളവർ തീർച്ചയായിട്ടും അത് കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയപ്പെടുന്ന ആൾക്കാർ വിളിച്ച് പറയുന്നതെല്ലാം ശരിയാണോ, അവർക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും നോളജ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ സ്കാം ആണോ ഉള്ളവർ ആ വീഡിയോ കണ്ടിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണാം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് അല്ലെങ്കിൽ ഈ ഒരു വിഡ്രോവൽ കിട്ടണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യേണ്ടി വരിക, യൂസേഴ്സിനെ കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെയായിരിക്കും ഹാംസ്റ്റർ കോമ്പാറ്റ് ചെയ്യുക. എന്തിനാണ് യൂസേഴ്സിനെ കുറയ്ക്കുന്നത്? ഉള്ള യൂസേഴ്സിൻ്റെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ആൾക്കാർ കൂടുന്തോറും ഇവർ കൊടുക്കാൻ വെച്ചിരിക്കുന്ന എമൗണ്ടിൻ്റെ വീതം കൂടും. ഓരോ പാർട്ടാക്കിയിട്ട് അത്ര ആൾക്കാർക്ക് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് വലിയ പാർട്ടുകൾ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റ് ആൾക്കാരെ ഇതൊന്ന് കുറയ്ക്കാൻ വേണ്ടി, കുറച്ച് ആൾക്കാർക്ക് മാത്രം എയർ ഡ്രോപ്പ് നൽകി നല്ലൊരു വലിയ എമൗണ്ടിനെ കൊടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയായിരിക്കും അവർ ചെയ്യുക എന്നുള്ളൊരു ഇൻഡെപ്ത് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഇങ്ങനെ വരുന്നൊരു 100% ആർക്കും ഉറപ്പില്ല, അവർ ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് തന്നിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനാലിസിസ് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു സംശയം ക്ലിയർ ചെയ്തിട്ട് പോവാം. നിങ്ങൾക്ക് നോക്കേണ്ടത് എന്താണ് എയർ ഡ്രോപ്പ് കിട്ടാൻ മെയിനായിട്ട്? ഇപ്പോൾ വന്നിരിക്കുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങൾ നോക്കേണ്ടത് പ്രോഫിറ്റ് പെർ അവർ. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ പ്രോഫിറ്റ് പെർ അവറാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഈ ബാലൻസിന് വിലയില്ല എന്ന് ഓൾറെഡി ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടീം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ എന്തിനാണ് ഇപ്പോൾ 400 മില്യൺ എടുത്തു വെച്ചിരിക്കുന്നത്? അത് ചിലർക്കുള്ള ഡൗട്ടാണ്. അതുകൂടി പ്രോഫിറ്റ് കൂട്ടിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരമാണ് ഈ ലെവൽ. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഇപ്പോൾ ലെവൽ 9 എത്തിയിട്ടുണ്ട്. 10 ലെവലാണ് ഉള്ളത്. മാക്സിമം 10 ലെവൽ വരെയാണ് എത്താൻ പറ്റുക. ഇനി 10ാമത്തെ ലെവലിലേക്ക് കയറണമെങ്കിൽ 1 ബില്യൺ ബാലൻസ് ആവണം. അപ്പോൾ ലോഡ് എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ അത് ലെവൽ ഇവർ കൺസിഡർ ചെയ്യുന്നുണ്ടോ റിക്വയർമെൻറ്റ് ആക്കിയിട്ട്? ഇതുവരെ അതിനെപ്പറ്റി ഒഫീഷ്യലായിട്ടൊരു ഇൻഫർമേഷൻ ഇല്ല. എന്നാൽ ഒഫീഷ്യലായിട്ടൊരു ഇൻഫർമേഷൻ വേണമെന്നില്ല. അതിനുള്ളൊരു കാരണമുണ്ട്. ഇന്നത്തെ ചെയിൻ ഗെയിമിൻ്റെ വിഡ്രോയിൽ വന്നപ്പോൾ കാണാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു അപ്ഗ്രേഡ് ഇത്ര ലെവൽ ഓരോന്നാക്കണം, എനർജി ലെവൽ ഇത്ര, ടാപ്പ് ലെവൽ ഇത്ര എന്നൊക്കെ പറഞ്ഞവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ യൂസേഴ്സിനോട് ഒരിക്കലും അത് മിണ്ടിയിട്ട് കൂടില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഹാംസ്റ്ററിൽ വരുമോ എന്ന് ചിലർക്ക് ഡൗട്ടുണ്ട്. ഇതൊക്കെ ആയിരിക്കും ഈ ഹാംസ്റ്ററിൽ വരാൻ പോകുന്ന റിക്വയർമെൻറ്റ്സ്. ഫസ്റ്റ് പ്രയോറിറ്റി യെസ് ഓഫ് കോഴ്സ് പ്രോഫിറ്റ് പെർ അവർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പിൻ്റെ എമൗണ്ട് കൂടും. പിന്നീടുള്ള കൺസിഡർ ചെയ്യുന്ന സാധനമായിരിക്കും ലെവൽ. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഈ ഒരു കോയിൻ കൺസിഡർ ചെയ്യില്ല ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ലീസ്റ്റ് കൺസിഡേർഡ് സാധനം, ഏറ്റവും കുറവ് കൺസിഡറേഷൻ വരുന്ന സാധനം നമ്മളുടെ ഈ ഒരു ബാലൻസ് ആയിരിക്കും. അതിനു മുമ്പ് വരിക നമ്മളുടെ ലെവലായിരിക്കും എന്ന് എൻ്റെ അനാലിസിസ് നിന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ലെവലെത്തുന്നവർക്ക് അതിനനുസരിച്ചുള്ള ഏണിങ്സ് കൊടുക്കണം എന്നുള്ളൊരു ബേസിക് കാര്യമാണ്. ഓക്കെ, നമ്മളൊരു ഗെയിം കളിച്ചാലും നമ്മളൊരു ഗെയിമിൽ ലെവൽ കൂടുന്നവർ നമുക്ക് കിട്ടുന്ന ഏണിങ്സ് കൂടും അല്ലേ? അപ്പോൾ അതുപോലത്തെ ഒരു ഗെയിം തന്നെയാണ് ഇതും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളൊരു 1 മില്യൺ പെർ അവർ പ്രോഫിറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഈ ഒരു ലെവൽ 10 എത്തിക്കുന്നതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, കുറച്ച് സേവ് ചെയ്യുക. എന്നിട്ട് ലെവൽ മാക്സിമം 10 ആക്കാൻ നോക്കുക. ഓക്കെ, അത് ഒരു കാര്യം. പിന്നെയുള്ള കാര്യമാണ് ഡെയിലി സൈഫറും അതുപോലെ തന്നെ ഡെയിലി കോംബോയും. പിന്നെ അവർ കൺസിഡർ ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഡെയിലി സൈഫർ എത്ര എണ്ണം കംപ്ലീറ്റ് ചെയ്തു, ഡെയിലി കോംബോ എത്ര കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഡെയിലി റിവാർഡ് എത്ര സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്തു. ഇതൊക്കെ ആയിരിക്കും അടുത്തൊരു ക്രൈറ്റീരിയ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി കോംബോയും ഡെയിലി സൈഫറും എല്ലാ ദിവസവും നമ്മൾ ടെലഗ്രാം ചാനലിൽ ഡെയിലി കോംബോ 5:30 to 6 മണിൻ്റെ ഉള്ളിലും വൈകുന്നേരം, അതുപോലെ തന്നെ രാത്രി 12:30 തൊട്ട് 1 മണി വരെയുള്ള ടൈമിന് ഡെയിലി സൈഫർ നമ്മൾ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ അതിൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതായിരിക്കും അടുത്ത കാര്യം. പിന്നീടുള്ളത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന കാർഡ്സിനെ പറ്റിയിട്ടായിരിക്കും. നമ്മൾ ഏതൊക്കെ കാർഡിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കും. അതിൻ്റെ കാരണം, നമ്മളിപ്പോൾ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞ ഗെയിം, നമ്മളാണ് ഈ ഒരു കമ്പനിയുടെ CEO. നമ്മളിതൊരു ബൈബിറ്റോ അല്ലെങ്കിൽ ബൈനാൻസ് ഒക്കെ പോലെ ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ്, അതിൻ്റെ CEO ആണ്, അല്ലെങ്കിൽ ഒരു തലവനാണ് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ കമ്പനി മാനേജ് ചെയ്യുന്നത്, ഏത് സെക്ഷനിലേക്കാണ് നമ്മൾ കൂടുതൽ പൈസ മുടക്കുന്നത്, ഇതൊക്കെ ആയിരിക്കും അടുത്തൊരു ക്രൈറ്റീരിയ ആയിട്ട് നോക്കുക. ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പിൻ്റെ വാല്യൂ കൂടും. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്നാണ് ഞാൻ നടത്തിയൊരു അനാലിസിസിന് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുക. ഒഫീഷ്യലായിട്ട് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം പ്രോഫിറ്റ് പെർ അവറും
സം അതർ ഫാക്ടേഴ്സും. ഏതൊക്കെയാണ് അതർ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഇതിലാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഡെയിലി കോംബോ, ഡെയിലി സൈഫർ എത്ര കംപ്ലീറ്റ് ചെയ്ത് നോക്കും, അതുപോലെ തന്നെ ലെവൽ എത്രയാണെന്ന് നോക്കും, അതുപോലെ ഡെയിലി റിവാർഡ് എത്ര സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നോക്കും, അതുപോലെ തന്നെ കാർഡുകൾ ഏതൊക്കെ കാർഡുകളാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് മോസ്റ്റ് പ്രോഫിറ്റബിൾ കാർഡ്സ് ഏതൊക്കെയാണ് എന്നറിയണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് മോസ്റ്റ് പ്രോഫിറ്റബിൾ കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കി അത് മാത്രം അപ്ഗ്രേഡ് ചെയ്യാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇതൊരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു പാട്ടാണ്. നിങ്ങൾക്ക് എത്ര രൂപയായിരിക്കും കിട്ടാൻ പോകുന്നത്? അതെല്ലാവർക്കും ഉള്ള ഡൗട്ട്. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു, ഓൾറെഡി 150 മില്യൺ 150 മില്യൺ പ്ലേയേഴ്സ് ഇത് കളിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് ചായ കുടിക്കാനുള്ള പൈസ വെച്ച് കൊടുത്താൽ പോലും നിങ്ങൾക്ക് വലിയൊരു പൈസ തരേണ്ടി വരും ഹാംസ്റ്റർ കോമ്പാറ്റിന്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും എയർ ഡ്രോപ്പ് കിട്ടിയെന്ന് തന്നെ വെക്കുക. ഒരു 100 രൂപ എല്ലാവർക്കും തന്നു. അപ്പോൾ എല്ലാവരും കൂടി സെല്ല് ചെയ്യുമ്പോൾ ബൈ ചെയ്യാൻ അപ്പുറത്ത് ആൾ വേണ്ടേ? അത് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ബൈ ചെയ്യാൻ അപ്പുറത്ത് ആളുണ്ടെങ്കിലേ നമുക്ക് പൈസ കിട്ടൂ. അപ്പോൾ ഈ ഒരു സെല്ലിംഗ് പ്രഷർ ഒഴിവാക്കാനായിട്ട് ഇവർ വലിയ രീതിക്കുള്ളൊരു ഫണ്ട് ലിക്വിഡിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഹാംസ്റ്റർ കോമ്പാറ്റ്. അപ്പോൾ അതിനവർക്ക് വലിയൊരു പാർട്ട്ണർഷിപ്പ് തന്നെ വേണം, നല്ലൊരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു എമൗണ്ട് തരുമോ? അതിലെനിക്കുള്ള ഒരു അസംഷൻ, അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഹാർഡായിട്ടുള്ള ക്രൈറ്റീരിയ വെക്കും. ഇപ്പോൾ ചെയിൻ ഗെയിം വെച്ച പോലെ ആരോടും പറയാതെ ക്രൈറ്റീരിയാസ് വെക്കും. ഇതൊരു 1% ചാൻസ് അല്ലെങ്കിൽ 50% ചാൻസ് വരെ പറയാം, 1 to 50% വരെ ചാൻസ് ഉണ്ട് ഇങ്ങനെ ചെയ്യാൻ. കാരണം എല്ലാവർക്കും കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഇത്ര വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ ഒരു കമ്മ്യൂണിറ്റിനെ ഒരിക്കലും വെറുപ്പിക്കാൻ പറ്റില്ല. ഈ ഒരു ലോങ് ടൈമിലേക്ക് ഈ ഒരു പ്രൊജക്റ്റ് നല്ലൊരു ഗ്രോത്ത് വേണമെങ്കിൽ കമ്മ്യൂണിറ്റി ഈ പ്രൊജക്റ്റിൻ്റെ കൂടെ നിൽക്കണം. അങ്ങനെ കൂടെ നിൽക്കണമെങ്കിൽ എന്താ, ആൾക്കാർ വേണം. അപ്പോൾ ആൾക്കാർ ഒരിക്കലും കളയാൻ പാടില്ല. ഇങ്ങനെ ഒരാൾക്ക് 10 രൂപയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇട്ടിട്ട് പോകും. കാരണം നമ്മൾ അത്രയും ഇതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഓവർ ടൈം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മൾട്ടിപ്പിൾ പ്രൊജക്ട്സിലേക്ക് നിങ്ങളുടെ ടൈം ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഏതൊക്കെ പ്രൊജക്ട്സാണ് ഏറ്റവും നല്ലത് എന്നുള്ളതിൻ്റെ ഒരു ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഏതൊക്കെ പ്രൊജക്ട്സാണ് ഏറ്റവും അടിപൊളി എന്നുള്ളത് കാണാൻ പറ്റും ഇപ്പോൾ മൈനിങ് ചെയ്യുന്നത്. അപ്പോൾ അതിലെല്ലാം തന്നെ ജോയിൻ ചെയ്തിട്ടാൽ പോരാ, മൈൻ ചെയ്യുക. എങ്കിൽ വിഡ്രോ കിട്ടുമ്പോൾ ഓരോന്നോരോന്നായി കിട്ടിക്കൊണ്ടിരിക്കും. ഇതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രീ ടൈം മാത്രം സ്പെൻഡ് ചെയ്യുക. ഓവർ ടൈം ഇതിലേക്ക് ഇരുന്ന് നിങ്ങളുടെ ഫുൾ എഫേർട്ടും കൊടുക്കരുത്. ഓക്കെ, ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞാണ്, ഒരു പ്രൊജക്റ്റ് മാത്രം നിന്ന് മൈൻഡ് ചെയ്യരുത്. ബാക്കിയുള്ള എല്ലാ പ്രൊജക്റ്റിലേക്കും ഇഷ്ടംപോലെ നിങ്ങളുടെ ടൈം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഏതൊക്കെ പ്രൊജക്റ്റാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ ഓൾറെഡി വെബ്സൈറ്റിലും ടെലഗ്രാമിലും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാം. ഇനി നമ്മളുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. എവിടെ ആയിരിക്കും ഈ ഒരു റിക്വയർമെൻറ്റ്സ് വരിക? എന്തൊക്കെ ആയിരിക്കും ഈ റിക്വയർമെൻറ്റ്? ഇങ്ങനെ ആൾക്കാരെ ഒഴിവാക്കണം എന്നൊരു തീരുമാനം ഹാംസ്റ്റർ കോമ്പാറ്റ് എടുക്കുകയാണ്. ഇപ്പോൾ 150 മില്യൺ യൂസേഴ്സിനും കൊടുക്കാനുള്ള ക്യാഷ് ഇല്ല. അപ്പോൾ ഒരു 5 മില്യൺ അല്ലെങ്കിൽ 10 മില്യൺ ആൾക്കാർക്ക് എയർ ഡ്രോപ്പ് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ബാക്കിയുള്ള എത്ര ആൾക്കാർ ഒഴിവാക്കണം? അപ്പോൾ എന്ത് ചെയ്യും അവർ ഒഴിവാക്കാൻ? അപ്പോൾ അവർ പറഞ്ഞൊരു പോയിന്റ് തന്നെ അതിൻ്റെ കാര്യമുണ്ട്. പ്രോഫിറ്റ് പെർ അവർ വെച്ച് വേണമെങ്കിൽ അവർക്ക് ആൾക്കാരെ ഇഷ്ടംപോലെ ഒഴിവാക്കാം. അതെങ്ങനെയായിരിക്കും? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എനിക്കിപ്പോൾ ഉള്ള 1.15 മില്യൺ പ്രോഫിറ്റ് പെർ ആണ്. ഒരു അവറിൽ എനിക്ക് 1.15 മില്യൺ കിട്ടും. അപ്പോൾ ഈ 1 മില്യൺ പ്രോഫിറ്റ് ഉള്ള മില്യൺസ് ഓഫ് ആൾക്കാരുണ്ട്. 1 മില്യൺ പ്ലസ് പ്രോഫിറ്റ് ഉള്ളവർ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. അപ്പോൾ അവർക്ക് ആൾക്കാരെ ഒഴിവാക്കാനുള്ള ഒരു സിമ്പിൾ വഴി എന്താ? പ്രോഫിറ്റിൻ്റെ എണ്ണം കൂട്ടുക. 2 മില്യൺ പ്രോഫിറ്റ് എത്തിയവർക്ക് കൊടുക്കുമെന്ന് ആക്കും. എൻ്റെ ഒരു അസംഷനാണ്, ഇങ്ങനെ വരുന്ന ഞാൻ ഒരിക്കലും ഉറപ്പിച്ച് പറയുന്നില്ല. ഞാൻ എൻ്റെ ഒരു അനാലിസിസിൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇന്നത്തെ ചെയിൻ ഗെയിമിൻ്റെ കണ്ടപ്പോൾ. അപ്പോൾ 2 മില്യൺ ഉള്ളവർക്കേ കൊടുക്കുമെന്നാക്കും. അപ്പോൾ എന്താ, ഈ 150 മില്യൺ ആൾക്കാരിൽ നിന്ന് ഒരു 130 മില്യൺ ആൾക്കാർ ഒഴിവായി പോകും. കാരണം അവർക്കൊക്കെ ഉണ്ടാവും ഒരു 1 മില്യൺ ഒക്കെ പ്രോഫിറ്റാണ്. 1 മില്യൺ 1.5 മില്യൺ അറൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 130 മില്യൺ ആൾക്കാർ ഒഴിവായില്ലേ, പിന്നെ 20 മില്യൺ ആൾക്കാരുള്ളൂ. അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ കൊടുത്തൂടെ? യെസ്, ഓഫ് കോഴ്സ് കൊടുക്കാൻ പറ്റും. നമ്മളെ നോട്ട് കോയിനൊക്കെ കൊടുത്ത പോലത്തെ ഒരു വാല്യൂ കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ഈ കണ്ടീഷൻ ചെയ്താൽ മാത്രമാണ് അത്രയും വലിയ വാല്യൂ കൊടുക്കാൻ പറ്റുക. എന്ന് വെച്ചാൽ ഇത്ര ആൾക്കാർ ഒഴിവാക്കണം ഇങ്ങനൊരു ക്രൈറ്റീരിയ വെച്ചിട്ട്. അപ്പോൾ ഒരിക്കലും പ്രൊജക്റ്റിൻ്റെ സ്കാമാന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ആൾക്കാർ ഒരു 2-3 ദിവസം തെറി വിളിക്കും, പിന്നെ പോകും. അപ്പോൾ ബയേഴ്സ് പിന്നെ വരികയും ചെയ്യും. അപ്പോൾ നല്ല പ്രൊജക്റ്റിന് ഭാവിയിൽ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അത് വരാനുള്ള സാധ്യതയുള്ള നല്ലൊരു കാര്യമാണ്. ഈ ഒരു കാര്യത്തിനെ പറ്റി നിങ്ങൾ അവെയർ ആയിരിക്കുക. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഗ്രാൻഡ് മാസ്റ്റർ ഞാൻ ലെവലിൽ കയറി കഴിഞ്ഞാൽ ഗ്രാൻഡ് മാസ്റ്ററിൽ ഏറ്റവും കൂടുതൽ ടോപ്പിൽ നിൽക്കുന്ന ആളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 2.3 മില്യൺ ആണ്. ഓക്കെ, അപ്പോൾ 2 മില്യണുള്ള ഇഷ്ടംപോലെ ആൾക്കാർ കാണാൻ പറ്റും. എന്തോരം ആൾക്കാരാണെന്ന് നോക്കുക. 2 മില്യൺ പ്ലസ് പ്രോഫിറ്റ് ഉള്ളവർ. ഇപ്പോൾ ലോഡിലേക്ക് പോകുകയാണെങ്കിൽ 2 മില്യൺ ഉള്ളവർ ഇഷ്ടം പോലെ ഉണ്ട്. ഫസ്റ്റ് നിൽക്കുകയാണെങ്കിൽ 3 മില്യൺ പെർ അവറാണ് പ്രോഫിറ്റ്. അപ്പോൾ 2 മില്യൺ പ്ലസ് പ്രോഫിറ്റ് ഉള്ളവർക്ക് മാത്രമേ കൊടുക്കൂ എയർ ഡ്രോപ്പ് എന്നൊരു ക്രൈറ്റീരിയ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു സ്പോട്ടിലേക്ക് എല്ലാവർക്കും എത്താൻ പറ്റില്ല. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരെ ഒഴിവാക്കാൻ പറ്റും. അടുത്ത പിന്നെ ഒരു ക്രൈറ്റീരിയ വെക്കാൻ പറ്റുന്നതാണ് ലെവൽ ലോഡ് ഉള്ളവർക്ക് മാത്രമേ കൊടുക്കൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഈ സ്കാം എന്ന് പറയുന്ന അധികം ആൾക്കാരും പറയുന്നത് ഇതിൽ ആൾക്കാർ കൂടുതലാണ്. 150 മില്യൺ ആൾക്കാരുണ്ട്, അവർക്ക് ഒരിക്കലും ഈ ഒരു വലിയൊരു ക്യാഷ് കൊടുക്കാൻ പറ്റില്ല. അതാണ് ഈ സ്കാം എന്നെല്ലാവരും പറയുന്നത്. അവർക്ക് ഒക്കെ ഉദ്ദേശം എന്താ? ഇതിൽ ആളെ കുറയ്ക്കുക. ആൾ കുറഞ്ഞാലേ നമുക്ക് വലിയ പ്രോഫിറ്റ് കിട്ടൂ. ചിലർ ചോദിക്കുന്നുണ്ട്, ആൾ കൂടുമ്പോൾ പൈസ കൂടില്ല. എങ്ങനെയാണത് കൂടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ലേശൊരു ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ ആൾ കൂടുന്നവർ കമ്മ്യൂണിറ്റി സ്ട്രോങ് ആയും, പക്ഷേ ഒരിക്കലും ഫണ്ടിങ് കൂടുന്നില്ല. ഇവർക്ക് ആകെയുള്ളൊരു ഏണിംഗ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഏണിൽ പോയി കഴിഞ്ഞാൽ ഡെയിലി ഒരു യൂട്യൂബ് വീഡിയോ വരും. ആ യൂട്യൂബ് വീഡിയോയിലുള്ള വ്യൂസിൻ്റെ ആഡ്സെൻസും അതുപോലെ തന്നെ കാര്യങ്ങളാണ് അവർക്ക് റവന്യൂ ആയിട്ട് ഇപ്പോൾ ഉള്ളത്. വേറെ ആഡ്സും കാര്യങ്ങളൊന്നുമില്ല.
ആ റവന്യൂ വെച്ച് ഇത്രയും വലിയ ആൾക്കാർക്ക് ഒരു എയർ ഡ്രോപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. നിയർലി ഇമ്പോസിബിൾ അല്ല, 100% ഇമ്പോസിബിൾ. അപ്പോൾ അവർക്ക് നല്ലൊരു പാർട്ട്ണർഷിപ്പ് കിട്ടിയാൽ, അത്രയും വലിയൊരു പാർട്ട്ണർഷിപ്പ് കിട്ടിയാലേ ഈ 150 മില്യൺ ആൾക്കാർക്ക് എയർ ഡ്രോപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആൾക്കാരെ ഒരു കട്ടിങ് ഇവിടെ വരാനുള്ള സാധ്യത ഒരു 50% ഞാൻ കാണുന്നത്. അപ്പോൾ ഇനി വരുന്ന അപ്ഡേറ്റ്സ് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. അപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്, എല്ലാ പ്രൊജക്റ്റിലും നിങ്ങളുടെ ടൈം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നമ്മളുടെ ഗെയിമി, അവളുടെ ആപ്പ് മീംഫൈ, കുറേ പ്രൊജക്ട്സ് ഉണ്ട്. ഏതൊക്കെ പ്രൊജക്ട്സ് ആണെന്ന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ടോപ്പായിട്ടുള്ള. അതിൽ കയറി എല്ലാത്തിലും ജോയിൻ ചെയ്യുക, എല്ലാത്തിലും മൈൻഡ് ചെയ്യുക. ഈ ഒരു പ്രൊജക്റ്റിൽ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു റിഗ്രറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. എല്ലാവരും മറ്റേ പ്രോജക്റ്റിനൊക്കെ വിഡ്രോ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് കിട്ടുമെന്ന് വെച്ച് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്കിത് വലിയൊരു ചതിയായിരിക്കും പറ്റുക. ഓക്കെ, ചതിയെന്ന് പറഞ്ഞാൽ ഇവർ പറ്റിക്കില്ല, എന്തെങ്കിലും ചെറിയ നക്കാപ്പിച്ചായിരിക്കും തരിക. ഓക്കെ, അപ്പോൾ എൻ്റെ ആഗ്രഹം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് മാക്സിമം ഏണിങ്സ് ഉണ്ടാക്കി തരണതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം, ഹാംസ്റ്റർ കോമ്പാറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണോ അല്ലെങ്കിൽ വേറെ ഏതിലേക്കും പോകണോ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ ചോദിക്കുക. ബാക്കിയുള്ളവർ ഇടുന്ന കമൻസിൽ നിങ്ങൾക്ക് ആൻസർ അറിയുമെങ്കിൽ അങ്ങനെ ആൻസർ കൊടുക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് നല്ലൊരു ഏണിങ്സ് തന്നെ ഉണ്ടാക്കാനുള്ള ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന ഇൻഫ്ലുവൻസിൻ്റെ വീഡിയോ കണ്ട് പേടിക്കൊന്നും വേണ്ട. അവരെല്ലാം ശ്രമിക്കുന്നത് ഇന്ന് യൂസേഴ്സിനെ കുറയ്ക്കുക എന്നുള്ളൊരു ഇത് മാത്രമാണ്. ഞാൻ ഹാംസ്റ്റർ കോമ്പാറ്റ് സ്കാം ആണോ എന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർ എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ സ്കാം ആണോ എന്ന് ഡൗട്ടുള്ളവർക്ക് ഹാംസ്റ്റർ കോമ്പാറ്റ് സ്കാം ആണോ എന്നുള്ള ഒരു ഇൻഡെപ്ത് അനാലിസിസ് വിത്ത് പ്രൂഫ്സ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായിട്ടും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു വീഡിയോ കണ്ടിരിക്കുക. എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കയറി വന്നിരുന്ന് പറയുന്നവരൊക്കെ എന്താണ് പറയുന്നത്, അവർക്ക് ഒരു 5 പൈസേൻ്റെ ഒരു നോളജ് ഇതിനെപ്പറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് മൈൻഡ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് ഈ ഇൻഫർമേഷൻ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നതൊന്ന് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസ് കിട്ടാനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ടെലഗ്രാമിൽ ജോയിൻ ചെയ്തവർക്കായിരിക്കും ആദ്യം കിട്ടുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.